നിങ്ങളെ കണ്ടെത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഒരു 3 അധ്യായം വായിക്കുന്നവര് ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും, ഉള്ള കാര്യമാണ്. 3 എന്ന് പറയുന്ന ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവ്. ഇത് 3നെ നിങ്ങൾ തരംതിരിച്ചൊന്ന് പഠിച്ചു നോക്കണം. 3 അത് വായിക്കുമ്പോൾ രാവിലെ പഴയ നിയമം വായിക്കണം, ഉച്ചയ്ക്ക് സങ്കീർത്തനം വായിക്കണം, രാത്രി പുതിയ നിയമം വായിക്കണം. അങ്ങനെ ഒരു 3 അധ്യായം വായിച്ചിട്ട് 1 മണിക്കൂർ അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണം? ഈ വായിച്ച അധ്യായങ്ങളുടെ വചനങ്ങളെ എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ വായിച്ചു അല്ലേ? വായിച്ചു. ആ വചനങ്ങളെ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ വചനശക്തി നമ്മളിൽ വെളിപ്പെടാൻ ചെയ്യും. അല്പ ദിവസമേ ദൈവം നമ്മളെ കഷ്ടതയ്ക്ക് ഏൽപ്പിക്കും. അത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ നിത്യ തേജസ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ യിരെമ്യാവ് പറയുകയാണ്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചു. നോക്കണമേ, ആ വചനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും തന്ന്. അത് എന്റെ ജീവിതത്തിൽ തരണം. ഞാൻ വായിച്ചപ്പോഴുണ്ടായ സന്തോഷവും ആനന്ദമേ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ഈ 3 അധ്യായം വായിച്ചപ്പോൾ എനിക്ക് ഹൃദയത്തിനകത്ത് ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു. അത് ഈ വായിച്ചപ്പോൾ മാത്രമല്ല, എന്റെ ജീവിതത്തിൽ അത് വരണം. എന്റെ ജീവിതത്തിൽ അത് വരണം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഇവിടെ പറയണേട്ടാ, എന്ത് ചെയ്തിട്ടില്ല? അന്ന് കളിക്കാരുടെ കൂട്ടത്ത് ഞാനിരുന്ന് കളിച്ചിട്ടില്ലെന്ന്. എന്ന് നമുക്കല്ല, അതിനാണ് ഇഷ്ടം കൂടുതൽ. കളിക്കാരുടെ കൂട്ടത്തിരുന്ന് നമുക്ക് കളിക്കണം. യിരെമ്യാവ് പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കളിക്കാർ വേണ്ട, എന്നോട് കളിക്കാൻ ഒരാളുണ്ട്, ദൈവം. ആ ദൈവത്തോടു കൂടെ ഞാനിരുന്ന് കളിച്ചു. അടുത്ത, എങ്കിലും ദൈവമേ, നീ എന്നെ നീരസം കൊണ്ട് എന്ത് ചെയ്യുന്നു? കാരണം യിരെമ്യാവ് എന്ന് പറയുന്ന വ്യക്തി ഈ പ്രവചനം പറയുന്നത് ഒരിക്കലും കള്ളമായിട്ട് പറയില്ല. ആളുടെ മുഖത്ത് നോക്കി അങ്ങ് എന്ത് ചെയ്യും? പറയേണ്ടതങ്ങ് പറയും. ഇന്ന് പല പ്രവചകന്മാരും കള്ളമാണ് നടക്കുന്നത്. ഒരാൾ ഈ ഇടയ്ക്ക് എഴുതിയിട്ടിരുന്നു, ഞങ്ങൾ പറയണ പ്രവചനമൊന്നും എല്ലാം വിശ്വസിക്കരുത്, അതിൽ കുറെ കള്ളമുണ്ടെന്ന്. അതിന് മറുചോദ്യമായിട്ട് വേറൊരു പാസ്റ്റർ, അപ്പം ദൈവം കള്ളമാണോ പറയണതെന്ന്. ഇപ്പം യൂട്യൂബിൽ കൂടെ അങ്ങനെ ഒരു സംഗതി, വാദപ്രതിവാദമാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? വാദപ്രതിവാദങ്ങൾ. ഞാൻ ഒരു മതത്തെ കുറ്റം പറയുന്നതല്ല. കോവിലില് മാടൻ തമ്പുരാൻ ശിവക്ഷേത്രം അല്ലെ, ഭദ്രകാളി, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ, 330 കോടി ദേവഗണങ്ങളുണ്ട്. അവർക്ക് ക്ഷേത്രമുണ്ട്. ഒരിക്കലും ഇപ്പുറത്തിരിക്കുന്ന ക്ഷേത്രത്തിന്റെ പൂജാരി അപ്പുറത്തിരിക്കുന്ന പൂജാരിയെ കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. ഇവിടെ 3 ഒരേ സമയം ഉത്സവം നടക്കും. ഇവര് പരസ്പരം ഇതുവരെ ചെളിവാരി എറിഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ചെളിവാരി എറിയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ ഗോളത്തിലാണ്. സ്നാനത്തെക്കുറിച്ച് വിവാദം, തിരുമേശയെക്കുറിച്ച് വിവാദം, പാദ ശുശ്രൂഷയെക്കുറിച്ച് വിവാദം, തിരുമേശ രാത്രി കൊടുക്കണോ പകല് കൊടുക്കണോ എന്ന് ഇന്നും ഭയങ്കര ചർച്ചകള് അല്ലേ? എന്തെല്ലാം വിവാദങ്ങള്. അന്യഭാഷയെ കുറിച്ചായി. അടുത്ത അന്യഭാഷ എന്താണെന്ന് ഇവർക്കറിയില്ല. അന്യഭാഷ വരവുമുണ്ട്, കൃപയും ഉണ്ട്. ഉണ്ടാ വരം 14-ാം അധ്യായത്തിൽ
കൃപ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 2 അതൊരു കൃപയാ. 14 കിടക്കുന്ന വരമാണ്. അന്യഭാഷ സംസാരിക്കുന്നവൻ വരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ വ്യാഖ്യാനിക്കും. കൃപ കിട്ടിയവന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇതുപോലും അറിയാതെ തമ്മിൽ എന്ത് ചെയ്യാണ്? ചെളിവാരി എറിഞ്ഞുകൊണ്ട് ആത്മീയ ലോകത്തെ തകർക്കാനായിട്ട് ആരെന്നൊക്കെ നന്മ വാങ്ങിക്കൊണ്ട് ഇറങ്ങി തിരിച്ചതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം പട്ട. ഇവിടെ പറയുന്നു, നീ നീരസം കൊണ്ട് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നിറച്ചിരിക്കിയാൽ നിന്റെ കയ്യിൽ നിന്ന്, നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണം. അപ്പൊ ഇവിടെ തനിച്ചിരുത്തിയത് ആര്? ആരാണ് യിരെമ്യാവിനെ തനിച്ചിരുത്തിയത്? ഓ, ദൈവം. പ്രിയ ദൈവമക്കളെ, നമ്മൾ തനിച്ചിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തനിച്ചിരുന്നേ മതിയാവും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നതാ, അല്ല, അല്പസമയം നാനാ പരീക്ഷകളാൽ നിങ്ങൾ തനിച്ചിരുന്നു പോയോ എന്നും. ഹല്ലേലൂയ. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോയി എന്ന 3-ാം അധ്യായത്തിലാണ്. 1 തെസ്സലോനിക്കയില് 3-ാം അധ്യായം 5-ാം വാക്യം. നോക്കണമേ, എന്തിനാണ് ഈ പരീക്ഷ തനിച്ചിരുത്തുന്നത്? നമ്മളെ പ്രയത്നഫലം നഷ്ടമായി പോകുമോ എന്നുള്ളൊരു ഭയം പൗലോസിന് വരികയാണ്. തനിച്ചിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ തനിച്ചിരിക്കണം. തനിച്ചിരുന്നേ മതിയാവും. ഇനി 10 മക്കൾ നമുക്കുണ്ടെങ്കിലും എന്തു പറ്റും? ദൈവം പറയണം തനിച്ചിരിക്കായി. ആ സമയമാകുമ്പോ നമ്മളെ തനിച്ച് ഇരുത്തും. അവര് നമ്മളെ വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇതൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്കിപ്പോ ഒരു വലിയ ഉറപ്പാണ്. സത്യം, ഈ 23 വർഷത്തിനിടയിൽ വെച്ച് എനിക്കുള്ള ഒരു സഭയിലുള്ള ഞാൻ അവരെ ഒന്നും കവർന്നെടുത്തെന്ന് പറയില്ല. 4 സഭയിലിരുന്നിട്ടുണ്ട്. ഇത് 5-ാമത്തെ സഭ. പിടിച്ചു പറിച്ചു എന്ന ഒരു വിശ്വാസിയും പറയാത്ത നിലവാരത്തിൽ തന്നെയാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ച് നാളുകൂടെ ഉണ്ട്, അല്ലേ? അതും അങ്ങനെ തന്നെ പോണമെന്നുള്ള ഒറ്റ ചിന്തയുണ്ട്. തനിച്ചിരുന്നാലും ഒന്നുമില്ല, ഒറ്റയ്ക്കിരുന്നാലും ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച ഞാൻ നിങ്ങളെ നോക്കണമേ, ഇവിടെ തനിച്ചിരിക്കണമെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയക്കണം. അത്ര ഭാരത്തോടെയാണ് പൗലോസ് ഇരിക്കുന്നത്. നമുക്ക് ആ ഭാരമുണ്ടോ? നമുക്ക് ആ ഭാരമുണ്ടോ? വസ്തുത ഒന്ന് അറിയാൻ. യിരെമ്യാവ് 18:18 ഒന്ന് വായിച്ച്. നോക്കണമേ, കരഞ്ഞു യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവര് പറയണണ്ട, വരിക, നമുക്ക് എന്ത് ചെയ്യാം? യിരെമ്യാവിന് നേരെ ഉപായം ചിന്തിക്കാം. ഉപായം ചിന്തിക്കാം. നോക്കണമേ, ആരടുത്തൊക്കെ പോണ്? യിരെമ്യാവിന് നേരെ അല്യസത്രം കൂട്ടുകെട്ടുണ്ടാക്കാൻ, അല്ലെങ്കിൽ എതിരായിട്ടുള്ള ഉപദേശം ഉണ്ടാക്കാൻ. ഒന്ന് പുരോഹിതന്റെ അടുക്കൽ, ജ്ഞാനിയുടെ അടുക്കൽ, പ്രവാചകന്റെ അടുക്കല്. നേരോട് കരയുന്ന, ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന, ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന,
യിരെമ്യാവിന് നേരെയുള്ള കൂട്ടുകെട്ട്, യിരെമ്യാവിനെ തകർക്കാൻ ആലോചന ചോദിക്കാൻ പോകുന്നവര്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നിങ്ങൾ മനസ്സിലായിക്കോണം. യിരെമ്യാവ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, 20:7. ആ, ഇത് സ്വയമായിട്ടൊന്നും അല്ല ഞാൻ നിന്റെ അടുത്ത് വന്നത്. നീ എന്ത് ചെയ്തതാണ്? ഞാൻ പറയുമ്പോൾ മക്കളെ, അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട സമയത്താണ് ദൈവം തൊട്ടെന്ത് ചെയ്തത്. അന്നത്തെ കാലഘട്ടം ഓർക്കുമ്പോ ഇതൊരു തടവറ. ഇതിനകത്ത് ആയി ദൈവം ബലം പ്രയോഗിച്ച് എന്ത് ചെയ്തു? ജയിച്ചു. നമ്മളെ എല്ലാവരുടെയും മേലെ ദൈവം ബലം പ്രയോഗിച്ചാണ് എന്ത് ചെയ്തത്? ഇതിനകത്ത് കൊണ്ടുവന്നത്, ജയിച്ചു കൊണ്ടുവന്നു. അടുത്ത് നോക്കണമേ, ഇടവിടാതെ പരിഹാസ വിഷയമാകുന്നു. ദൈവം ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നു. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചു അല്ലേ, അനുഗ്രഹം, ദൈവമക്കളെന്ന് പറഞ്ഞ കണ്ണീൻ നാം ദൈവമക്കളെന്ന് വിളിക്കാൻ എത്ര വലിയ പദവി. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തായിക്കൊണ്ടിരിക്കണ? പരിഹാസ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോ അവരോട് മറുപടി പറയാൻ എനിക്കൊന്നുമില്ല, ഞാൻ നിലവിളിക്കേണ്ട അനുഭവം ഉണ്ടായി. അങ്ങന സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അതിന്റെ 11-ാം വാക്യം കണ്ടാ, നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക തന്നെ. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. എടാ, യോസേപ്പിന് ദർശനം കൊടുത്തെങ്കിൽ, യോസേപ്പ് പൊട്ടക്കിണറ്റിൽ വീഴുന്നെങ്കിൽ, ആ വീഴുന്നപ്പോഴും ആരടുത്തൂടെ ഉണ്ട്? ദൈവമുണ്ട്. യോസേപ്പ് പോത്തിഫാറിന്റെ വീട്ടിലെത്തിയപ്പോൾ ആര് കൂടെ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്? ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ യാക്കോബിന് 11 മക്കൾ കിടക്കണം, ദൈവം കൂടെ ഉണ്ടാ? യാക്കോബിന്റെ രൂപേൻ തെറ്റും ചെയ്തു, വീട്ടിൽ കയറ്റാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്ത് അടിച്ച് പുറത്തിറക്കേണ്ട കാര്യം ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. വീണ്ടും കാരാഗ്രഹത്തിൽ എത്തിയെന്ന് യോസേപ്പ്, അവിടെയും ദൈവം കൂടെ ഇരുന്നെന്ന് 19-22. മനസ്സിലായല്ലേ? അവിടെ എന്തിനാ ദൈവം കൂടെ ഇരുന്നത്? അവിടെ എന്തിനാ കൂടെ ഇരുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് അവനോട് സംസാരിക്കണം. സംസാരിച്ചപ്പോ അവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് യോസേപ്പിന് എന്ത് ചെയ്ത് കൊടുത്തത്? സ്വപ്ന വ്യാഖ്യാനമായി കൊടുത്തു. ഫറവോൻ അത് തെളിയിച്ചു. ഇതേപോലെ ഞാൻ ആത്മാവുള്ള ഒരു പുരുഷനെ കണ്ടു കിട്ടുമോ എന്ന് ഫറവോൻ ചോദിച്ചു. അതിന് കാരണം ദൈവം യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടോ. ഇന്ന് പകൽക്കാലം പ്രയോജനം, ആരോ നമ്മളെ വിട്ടുപോട്ടെ, ആരൊക്കെ വിട്ടുപോട്ടെ, ദൈവം നിന്നോട് കൂടെ ഉണ്ടോ? നോക്കണമേ, ഏത് പ്രതികൂലം വന്നാലും രക്ഷിക്കുന്ന വീരനായിട്ട് യിരെമ്യാവിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. രാജാവിനെയും അവന്റെ മോനും അയച്ച പടയാളികളെ യിരെമ്യാവിനെ തൊടാതെ വണ്ണം ദൈവം എന്ത് ചെയ്തു? ഒളിപ്പിച്ചെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിങ്ങൾ കടന്നു വന്നെങ്കിൽ ദൈവത്തിനൊരു ചിറകുണ്ട് അല്ലേ?
രൂത്ത് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്: ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ചിറകിൻ കീഴിൽ അഭയം തേടി വന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം ദൈവം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ 15 രൂത്തിന്റെ പുസ്തകം 2:15 ഒന്ന് വായിച്ചേ. ഒന്ന്, ചിറകിൻ കീഴിൽ നീ അഭയം തേടിയാൽ അവൾ അവിടെ കറ്റ പറക്കട്ടെ, അവളെ തുടരുത്, അവളെ ഉപദ്രവിക്കരുത്. ഓർഡർ വന്നു ദൈവത്തിന്റെ. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്തിലാണോ നിങ്ങൾ വന്നത്? ദൈവത്തിന്റെ ചിറകിൻ കീഴിലാണ് ഞാൻ വന്നത്, അതുകൊണ്ട് ദൈവം എന്നെ ആരെയും ഉപദ്രവിക്കാതെ വണ്ണം എന്നെ ദൈവം സംരക്ഷിക്കും. അടുത്ത് നോക്കണമേ, അവൾക്ക് കറ്റ പെറുക്കേണ്ടതിന് അതിൽ നിന്ന് വലിച്ചവിടെ തറയിലിട്ടേക്കായി. നീ അധ്വാനിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ നിന്ന് വലിച്ച് നീ അവിടെ ഇട്ടരാ. അടുത്ത, അവളെ ശകാരിക്കരുത്. നമ്മള് ഇവിടെ ശകാരവും കേട്ടിട്ട് വെയിലത്തും മഞ്ഞത്തും ഒക്കെ കിടന്ന് പറക്കിയിട്ടും നമുക്കൊരു സ്വസ്ഥതയും. കാരണം നമ്മൾ വന്നത് 2.5-3 മണിക്കൂർ എന്ത് ചെയ്യണം? ആരാധിച്ചിട്ട് വേഗത്തിൽ പോയിട്ട് നമുക്ക് വേറെ കാര്യമുണ്ട്. ചിറകിൻ കീഴിൽ ആശ്രയം തേടിയല്ല നമ്മൾ വന്നത്. ഇത് മനസ്സിലായില്ലേ? ഈ ആലയത്തിന്റെ ഒരു ചിറകുണ്ട്, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ട? അത് വായിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. 36-ാം സങ്കീർത്തനമാണ്, അതിന്റെ 7 തൊട്ട് 9 വരെ ഒന്ന് വായിച്ചു നോക്കുക. ശനിയാഴ്ച രാത്രി എണീറ്റിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കണം. നാളെ രാവിലെ ഞങ്ങൾ ആലയത്തിലേക്ക് പോവുകയാണ്. ആലയത്തിന്റെ പുഷ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അടുത്ത നോക്കണമേ, ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പൊ ഒരു ദിവസം പോലും എന്തില്ല, അടുത്ത ഞായറാഴ്ച വരെ ഒരു ദുഃഖത്തിന് ഇടവരുത്തരുത്. നിന്റെ ആനന്ദ നദി, നിന്റെ സന്തോഷത്തിന്റെ നദി എന്നെ കുടിപ്പിക്കണം. നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ട്. വെറും ഉറവയല്ല, ജീവന്റെ ഉറവ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. പ്രിയ, നമ്മൾ ഈ പ്രകാശം വെളിച്ചത്തെ കുറിച്ച് നമ്മൾക്ക് ഒരു 7 ദിവസമെങ്കിലും കിട്ടിയാൽ അതിനെ നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായ? ഞാൻ ആ പ്രകാശത്തെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ 14 പേപ്പറിൽ എന്ത് ചെയ്തു? നോട്ട് തയ്യാറാക്കി. ഈ വെളിച്ചം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വന്നാൽ എന്ത് ചെയ്യും? ഒരു വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യും? ഒരു യാത്രയിൽ പോകുമ്പോൾ വന്നാൽ എന്ത് ചെയ്യും? ഒരു കടഭാരം പിടിച്ച് കിടക്കണവന്റെ ജീവിതത്തിൽ ഈ വെളിച്ചം വന്നാൽ എന്ത് ചെയ്യും? ഒരു ഇരുട്ടിന്റെ ആധിപത്യത്തിൽ കിടക്കണവന്റെ ജീവിതത്തിൽ ഈ വെളിച്ചം വന്നാൽ എന്ത് ചെയ്യും? ഈ വെളിച്ചം വരാതിരിക്കാൻ പിശാച് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നോട്ട് ഞാൻ അങ്ങ് തയ്യാറാക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇത് ഇവിടെ കൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, അവസാനിക്കില്ല. ഈ വെളിച്ചത്തിന്റെ ഒരു വലിയ പ്രത്യേകത നീതി സൂര്യൻ എന്നാണ് മലാക്കി പറയുന്നത്. നീതി സൂര്യൻ ആർക്ക് വേണ്ടി ഉദിക്കുന്നതാണ് ഈ നീതി സൂര്യൻ?
ആർക്ക് വേണ്ടി? ഒരു മകനെ ആദരിക്കുന്നത് പോലെ ദൈവം ആദരിക്കുന്നവർക്ക് വേണ്ടി ഉദിക്കുന്നത് അല്ലെ? മലാക്കി 3 പറയുന്നത് അല്ല, യഹോവയെ ഒന്ന് വായിച്ച 3 ലാസ്റ്റ് 3 വാക്യം. ആ ആ ആ ആ അവർ ഞാൻ ഉണ്ടാക്കുന്ന ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാൻ അങ്ങയ്ക്കൊരു നിക്ഷേപമായിരിക്കണമെന്ന്. ഈ വാക്ക് എവിടെ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ പുറപ്പാട് ദിവസം 19 നിക്ഷേപമായിരിക്കും. അടുത്ത് എടാ, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന അല്ലെ മനുഷ്യനെ പോലെ ഞാൻ അവനെ ആദരിക്കും. അടുത്ത് അടുത്ത എന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്കാണ് ഈ നീതി സൂര്യൻ ഉദിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ശീമോന്റെ വീട്ടില് കർത്താവിനെ ഊണിന് ക്ഷണിച്ചു, വിരുന്നിന് ക്ഷണിച്ചു. ക്ഷണിക്കുമ്പോൾ എല്ലാവരും കർത്താവിന്റെ കൂടെ എന്ത് ചെയ്ത് കയറി നിരന്നിരുന്നു. പക്ഷെ മറിയ വന്ന് എവിടെ ഇരുന്ന? കാൽ ചുവട്ടില്ല. ആ ഇരുന്നവക്ക് ദൈവം എന്ത് ചെയ്തു കൊടുത്തു? മറ്റവരിക്കോ? രാവിലെ വന്ന് ഞാനും ഇരിക്കണ തറയിലാണ്. ഇല്ല ജീസസ്, ഞാൻ ഇവിടെ ഇല്ല ഇരുന്നത്, അതേ കസേരയിലിരുന്ന. ഞാൻ പറയാൻ പ്രിയ ദൈവമക്കളെ, തറയിലിരിക്കാൻ കഴിയുന്ന എല്ലാവരും തറയിലിരുന്ന് പ്രാർത്ഥിക്കണം. തറയിലിരുന്ന് ദൈവത്തോട് യാചിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവരായി നിങ്ങൾ മാറണം. അല്ലാതെ കർത്താവിന്റെ തലയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നവരാകരുത്. ദൈവത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ ഉദിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ പാസ്സായി വന്നപ്പോ ജെയ്സൺ പാസ് ആദ്യം പഠിപ്പിച്ച ഒരു ഭാഗമാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോഴും എനിക്ക് തറയിലിരിക്കാനാണ് ഇഷ്ടം. ഞാൻ വട്ടത്തറ സഭയിൽ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ പാസ്റ്റർ അവിടെ വന്നു. ഞാൻ തറയിലിരിക്കുന്നത് കണ്ടു. പാസ്റ്റർ അന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്കിന്ന് ഓർമ്മയുണ്ട്. സൈത്തെ നിന്നെ ദൈവം അനുഗ്രഹിക്കും. എല്ലാവർക്കും പാസ്റ്റർ ചുമതല കിട്ടി അവരെല്ലാം കസേരയിൽ എന്ത് ചെയ്യുള്ളൂ? മനസ്സിലായില്ലേ? ഇതേപോലത്തെ അനുഗ്രഹങ്ങൾ മുതിർന്നവരെ കയ്യിൽ നിന്ന് വരണമെങ്കിൽ നീ ആദ്യം ഇരിക്കേണ്ടത് തറയിൽ. ഇരിക്കാൻ കഴിയുന്നവർ ഇരിക്കാൻ, കഴിയാത്തവരൊന്നും എന്ത് ചെയ്യണ്ട, ഇരിക്കണ്ട. ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്ന നിനക്കാണ് നീതിയുടെ സൂര്യൻ ഉദിക്കുന്നത്. അതെങ്ങനെ ഉദിക്കും? രോഗോപശാന്തിയോടെ. നിനക്ക് കാല് വയ്യായിരിക്കും, കുറുക്ക് വയ്യായിരിക്കും, വയ്യെങ്കിലും നീ കയറി ഇരുന്നൊക്കെ രോഗോപശാന്തി ഉണ്ടാകും. പിടി കിട്ടിയ വയ്യെങ്കിലും തറയിലിരുന്ന് നോക്കാം. അതിനർത്ഥം ദൈവം ഭയപ്പെടുന്നു. യഹോവ ഭക്തിക്കും താഴ്മയ്ക്കുമുള്ള പ്രതിഫലം ബഹുമാനവും എന്ന് തന്നെ. സാക്ഷ്യവാക്യം 22:4
ജീവൻ ഉണ്ടാവും. ജീവൻ എന്ന് പറഞ്ഞാൽ ചത്തി ജീവിക്കുന്ന ജീവനല്ല, മാന്യതയുടെ ജീവൻ ഉണ്ടാവും. അതുണ്ടാകണമെങ്കിൽ താഴ്മ ധരിച്ച് എവിടെ ഇരിക്കണം? ഇപ്പൊ രാജു അണ്ണൻ, റസാൽ അണ്ണൻ, ജോണിക്കുട്ടി അണ്ണൻ, രായ അണ്ണൻ, വിൽസൺ ബ്രദർ, എന്റെ കണക്കിൽ പറഞ്ഞാൽ ഇവർ 4 പേരേ ഉള്ളൂ കസേരയിലിരിക്കുക, 5 പേര്. ബാക്കി എല്ലാവർക്കും തറയിലിരിക്കാം, സത്യമായിട്ടിരിക്കാം. ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ തറയിലിരിക്കും. ഇത് ഞാനെന്തോ വലുതാണെന്ന് കണക്കൂട്ടുമ്പോ നമ്മൾ എവിടെ ഇരിക്കും? അത് ദൈവസന്നിധിയിൽ വേണ്ട. എളിയവനെ ആദരിക്കുന്ന ദൈവം, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ഇരുന്ന് പടി. നീ അഭയം നേടി വന്നത് ഇസ്രായേലിന്റെ ചിറകിന്റെ പരിശുദ്ധന്റെ ചിറകിൻ കീഴിലാണെന്ന് ദൈവം അറിയട്ടെ, ദൈവം അറിയട്ടെ. ആ അറിയുമ്പോഴുണ്ടല്ലോ ദൈവം പറഞ്ഞെന്തെന്നറിയാം? രൂത്തിനോട് ബോബസ് പറഞ്ഞത്, മോളെ നീ ഒരു വയലിലും ഇനി വേറെ പോണ്ട. നമ്മള് ഇവിടെ 10 ദിവസത്തെ പ്രാർത്ഥന, അപ്പുറത്ത് 10 ദിവസത്തെ പ്രാർത്ഥന, അപ്പുറത്ത് 10 ദിവസം, ഇങ്ങനെ എന്ത് ചെയ്താണ്ടിരിക്കണം? വട്ടം കറങ്ങി. എന്നിട്ട് വിടുതലുണ്ടാ? ബോബസ് പറയുകയാണ്, നീ വേറെ ഒരു വയലിലും, നിനക്ക് ദാഹിക്കുമ്പോ വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നെ വേലക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോരി കുടിച്ചോളായി, നീ കോരണ്ട. നിന്നെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവരോട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. നീ ഒരിടത്തും പോണ്ട മോളെ, ഒരിടത്തും പോണ്ട മോനെ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറഞ്ഞാൽ, അല്ല, ദൈവം പറഞ്ഞു മോടിയുള്ള വസ്ത്രവും ധരിച്ചു കൊണ്ട് വർണ്ണവനെ സുഖിയായി എന്ന് പറഞ്ഞിരുത്തുന്നുവെങ്കിൽ അത് മുഖപക്ഷം കാണിക്കുന്നു എന്ന്. മനസ്സിലായില്ലേ? മുഖപക്ഷം. മോടിയുള്ള വസ്ത്രം എടുത്തുകൊണ്ട് ഒരുത്തം വന്ന ഇരി, മറ്റവൻ വന്ന എന്തില്ല? ദൈവം സഭയ്ക്കകത്തൊരു സമത്വം വെച്ചിട്ടുണ്ട്, സമത്വം. പാവപ്പെട്ടവന് കുറഞ്ഞു പോകാതെയും പണക്കാരന് കൂടുതൽ കിട്ടാതിരിക്കേണ്ടതിന് ദൈവം വെച്ച ഒരു സമത്വമുണ്ട്. ആ സമത്വം വിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ കളിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദാവീദ് പറയുന്നു, എന്നെ വളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതിരിക്കാൻ നീ എന്ത് ചെയ്തോളണം? എന്റെ ചിറകിൻ കീഴിൽ എന്നെ മറച്ചുകൊള്ളണമേ. അല്ലെങ്കിൽ എൻ്റെ പ്രാണശത്രുക്കൾ എന്നെ എന്ത് ചെയ്യും? പിടിക്കും, പിടിക്കും. ആ ചിറകിന്റെ കീഴിൽ മറച്ചാലുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു ഭാഗം കൂടെ വായിച്ച് പ്രാർത്ഥിക്കണം. ആവർത്തന പുസ്തകം 32-ന്റെ 10 തൊട്ട് 12 വരെയുള്ള വാക്യം. മേൽത്തരമായ ഗോതമ്പിന്റെ കാമ്പ് കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരത്തക്ക രീതിയിൽ ദൈവം അനുഗ്രഹിക്കും. ഈ ചിറകഥ ആരും ഇല്ലെങ്കിലും നിന്നെ ചുറ്റി പരിപാലിക്കുന്നതാ ഈ ചിറക്. ഈ ചിറകിനകത്ത് ഒന്ന് അഭയം തേടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദാവീദിനറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷേ ദൈവം എന്നെ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ വന്നതുകൊണ്ട് ദൈവം പറഞ്ഞു ആ ദൂതനോട് അനർത്ഥം പിൻവലിക്കാൻ പറഞ്ഞു. പിൻവലി. ദാവീദ് സാഷ്ടാംഗം വീഴുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ മാറട്ടെ, മാറി ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ കർത്താവിന്റെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം തേടാം.